സമുദായങ്ങളായ നായന്മാരുടെയും ഈഴവരുടെയും സമുദായ സംഘടനകളായ NSSഉം SNDPയും കൂട്ടായി പ്രവർത്തിക്കുവാൻ പോവുകയാണ്. രണ്ട് സമുദായ സംഘടനകളുടെയും നേതാക്കന്മാരായ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ ഐക്യം തുടരുമെന്ന് നേതാക്കൾ പറഞ്ഞു. സമകാലീന കേരളത്തിൽ ഏറെ നിർണായകമാവുന്ന തീരുമാനമാണിത്. കേരള ജനസംഖ്യയിൽ 12 മുതൽ 15% വരുന്ന സമുദായമാണ് നായന്മാര്. 23 മുതൽ 25 വരെ ശതമാനമാണ് ഈഴവർ. ജനുവരി 21-ന് ആലപ്പുഴയിൽ ചേർന്ന SNDP ജനറൽ കൗൺസിൽ ഐക്യ തീരുമാനത്തെ അംഗീകരിച്ചു. തുടർ ചർച്ചകൾക്കായി തുഷാർ വെള്ളപ്പള്ളിയെ നിയോഗിച്ചു. മതത്തിന്റെ പേരിൽ ലീഗ് സ്വയം ആനുകൂല്യങ്ങൾ എടുക്കുന്നതായി കൗൺസിൽ കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് ലീഗിന് മതേതരത്വം. മതത്തിന് വേണ്ടിയാണ് അവർ ഭരണം പിടിക്കുന്നത്. അതായത് കാൽനൂറ്റാണ്ടിലേറെയായി SNDP യോഗത്തെ കൈപ്പിടിയിലൊതുക്കിയ 89-കാരനായ വെള്ളാപ്പള്ളി നടേശൻ ബാറ്റൻ മകന് കൈമാറുന്നതിന് ഒരുക്കത്തിലാണ്. അടുത്ത കാൽനൂറ്റാണ്ടോ അരനൂറ്റാണ്ടോ അടുത്ത വെള്ളാപ്പള്ളി യോഗത്തെ നയിക്കും. അത് വേറെ കഥ. തുഷാറുമായി നടക്കുന്ന ചർച്ചകൾക്ക് ശേഷം NSS നിർവാഹക സമിതിയും സമ്മേളിച്ച് സമുദായ ഐക്യം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് സുകുമാരൻ നായർ പറഞ്ഞു. 1949-ൽ TK നാരായണപിള്ളയുടെ കോൺഗ്രസ് മന്ത്രിസഭയുടെ കാലത്ത് മനത്ത് പത്മനാഭനും R ശങ്കറും ചേർന്നുണ്ടാക്കിയ ഹിന്ദു മണ്ഡലത്തിന് ശേഷം ആദ്യമാണ് കേരളത്തിൽ നായർ ഈഴവ ഐക്യം ഉണ്ടാകുന്നത്. കോൺഗ്രസിനെ പരാജയപ്പെടുത്താനാണ് ഹിന്ദു മണ്ഡലം ഉണ്ടാക്കിയതെങ്കിൽ ഇപ്പോഴും കോൺഗ്രസ് തന്നെയാണ് രണ്ട് നേതാക്കളുടെയും ലക്ഷ്യം. കുറെ കൂടി കൃത്യമാക്കി പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് അവരുടെ രണ്ടുപേരുടെയും നോട്ടപ്പുള്ളി. സതീശനെ കോൺഗ്രസ് അഴിച്ചുവിട്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ നയപരമായ കാര്യങ്ങൾ വ്യാഖ്യാനിക്കുവാൻ സതീശന് എന്ത് അധികാരമാണ് ഉള്ളത്? KPCC പ്രസിഡന്റിന്റെ നോക്കുകുത്തിയാക്കി എല്ലാ അഭിപ്രായവും പറയുന്നു. അദ്ദേഹമല്ലേ ശത്രുക്കളെ ഉണ്ടാക്കുന്നത്? സമുദായത്തിന്റെ പിന്തുണ നേടി വിജയിച്ച ശേഷം സമുദായ നേതാക്കളുടെ പിന്തുണ തേടി തിണ്ണനിരങ്ങില്ലെന്ന് പറയാൻ സതീശന് യോഗ്യതയില്ലെന്ന് സുകുമാരൻ നായർ വെട്ടിത്തുറന്നു പറയുന്നു. മുസ്ലിം ലീഗിന്റെ വർഗീയ നീക്കത്തെ എതിർക്കുന്നതിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എനിക്കെതിരെ നീങ്ങുന്നത്. ഇത് ലീഗിന്റെ ഗുഡ് ബുക്കിൽ കയറുന്നതിനാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പോലും കൂടെ നിർത്തിയാണ് നീക്കം. കോൺഗ്രസ് പാർട്ടി ഇതിന് പിന്നിലുണ്ടെന്ന് പറയില്ല. സതീശൻ മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത അഭിനയിക്കുകയാണ്. കാന്തപുരം ഇരുന്ന വേദിയിൽ അദ്ദേഹം തന്നെ സതീശനെ തിരുത്തി. എന്നെ വേട്ടിയാടി ഈഴവരെ തകർക്കാനാണ് VD സതീശൻ ശ്രമിക്കുന്നത്. ഈ മാനിന്റെ ഉപ്പാപ്പം വിചാരിച്ചാലും യോഗത്തെ തകർക്കാനാവില്ലെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. സമുദായ നേതാക്കളെ തൃപ്തിപ്പെടുത്താൻ 1949 മുഖ്യമന്ത്രി TK നാരായണപിള്ള പാർട്ടിയോട് ആലോചിക്കാതെ ദേവസ്വം ബോർഡിൽ മന്നത്തെയും ശങ്കരെയും അംഗങ്ങളാക്കി. ദേവസ്വം ബോർഡ് അംഗങ്ങളായതോടെ അവർ രൂക്ഷമായ ഹിന്ദു തീവ്രവാദം പ്രസംഗിച്ചു തുടങ്ങി. കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചു. കോൺഗ്രസിന് വല്ലാത്ത തലവേദനയായി. അന്നത്തെ നിയമം അനുസരിച്ച് ദേവസ്വം ബോർഡ് അംഗങ്ങളെ നിയമിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ സർക്കാരിനാവില്ല. അവസാനം പുതിയ നിയമനിർമ്മാണം നടത്തി ദേവസ്വം ബോർഡിൽ നിന്നും മന്നത്തെയും ശങ്കരെയും നീക്കി. അതിൽ പ്രതിഷേധിച്ചാണ് അവർ ഹിന്ദു മണ്ഡലം ഉണ്ടാക്കിയത്. അവർ താലൂക്ക് തോറും സമ്മേളനവും പ്രകടനവും നടത്തി. ക്രൈസ്തവരായിരുന്നു ഹിന്ദു മണ്ഡലക്കാരുടെ ശത്രു. കേരളം ജാതിയുമായി വിഭജിക്കപ്പെട്ട് പോലെയായി. ക്രൈസ്തവരും ഹിന്ദു മണ്ഡലവും തമ്മിൽ ഉടക്കായി. കോൺഗ്രസിനെ 6 അടി മണ്ണിൽ കുഴിച്ചു മൂടുമെന്ന് മന്നു ശങ്കറും പ്രസംഗിച്ചു നടന്നു. എല്ലാ താലൂക്കിലും ആനയും അമ്പാരിയുമായി സമ്മേളനങ്ങൾ നടത്തി. പക്ഷെ കോൺഗ്രസിനെ ഇല്ലാതാക്കാനായില്ല. പാർട്ടിക്ക് കുറെ ക്ഷതം ഏൽപ്പിക്കാനായി. കൊല്ലത്തെ ഹിന്ദു മണ്ഡലോത്സവത്തോടെ ശങ്കറും മന്നുവും രണ്ടു വഴിക്കായി. ഹിന്ദു മണ്ഡലം ഇല്ലാതായി. മന്നുവും ശങ്കറും ചേർന്ന് രൂപീകരിച്ച ഡെമോക്രാറ്റ് എന്ന രാഷ്ട്രീയ പാർട്ടി 1951-ലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിൽ ലയിച്ചു. കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനും കേരളത്തെ ജാതിയുമായി ചിന്തിക്കാനും ഹിന്ദു മണ്ഡലം വലിയ പങ്ക് വഹിച്ചു. പിൽക്കാലത്ത് കേരള മുഖ്യമന്ത്രിയായ ശങ്കരെ സ്ഥാനഭ്രഷ്ടനാക്കുവാൻ ഏറ്റവും കളിച്ചവരിൽ ഒരാൾ മന്നമായിരുന്നു. അന്ന് സമുദായ നേതാക്കൾ പറഞ്ഞാൽ ഇന്നത്തേക്കാൾ സമുദായങ്ങൾ അനുസരിക്കുമായിരുന്നു. ഇരു സമുദായത്തിലെ മുഴുവൻ അംഗങ്ങളുടെയും പിന്തുണ പുതിയ നീക്കത്തിന് ഉണ്ടാവില്ലെങ്കിലും ഇത്തരം ഒന്ന് അനിവാര്യമാണെന്ന ചിന്തയുള്ളവർ ഏറെയുണ്ട്. ഇപ്പോൾ ഉണ്ടാകുന്ന ഈഴവ നായർ സാമുദായിക ഐക്യത്തിന് ആർക്കാണ് നന്ദി പറയേണ്ടത്? മുഖ്യമന്ത്രി പിണറായി വിജയനും മുസ്ലിം വർഗീയ ശക്തികൾക്കുമാണ് ഇതിന്റെ ക്രെഡിറ്റ് എന്ന് നിസ്സംശയം പറയാം. സംഘടിത ശക്തിയായി നിന്ന് മുസ്ലിം സമൂഹം കൈവരിക്കുന്ന നേട്ടങ്ങൾ കേരളത്തിലെ എല്ലാ സമുദായത്തിലും അസൂയ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നാടോടി മുതൽ നസ്രാണി വരെ എല്ലാവരുടെയും ഐക്യത്തിനും പുരോഗതിക്കും വേണ്ടി നടേശൻ പറയുന്ന വാക്കുകൾക്ക് സാമുദായിക പരിഗണനകൾക്കപ്പുറം കയ്യടി ലഭിക്കുന്നത്. മുസ്ലിം ലീഗുകാർ ഒഴികെയുള്ള മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾക്ക് വേണ്ടിയും തങ്ങൾ വാദിക്കുമെന്ന് വരെ നടേശൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ലീഗ് മുന്നണി മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടിയുടെ കൂടെ സഹായം തേടിയതോടെയാണ് ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെ വെള്ളാപ്പള്ളി രംഗത്ത് വന്നത്.
വെള്ളാപ്പള്ളി പതിവ് പോലെ വളരെ രൂക്ഷമായി ലീഗിനെതിരെ സംസാരിച്ചു. കേരളത്തിലെ ഹൈന്ദവ ഐക്യം തകർത്തത് ലീഗാണെന്ന വെള്ളാപ്പള്ളി ആരോപിച്ചു. വെള്ളാപ്പള്ളിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്തുണ കൊടുത്തു. വെള്ളാപ്പള്ളി മതസൗഹാർദ്ദം തകർക്കാൻ ഒന്നും ചെയ്യില്ലെന്ന് പിണറായി കണിച്ചുകുളങ്ങരയിലെ യോഗത്തിൽ പ്രസംഗിച്ചു. ശബരിമലയിൽ നടന്ന അയ്യപ്പ സംഗമത്തിന് അവർ ഒരു കാറിൽ യാത്ര ചെയ്തു. ഇതിനെ സതീശൻ രൂക്ഷമായി വിമർശിച്ചു. എന്നാൽ മതത്തിനു വേണ്ടിയാണ് ഭരണം പിടിക്കുന്നതെന്ന ലീഗ് നേതാവ് ഷാജിയുടെ വാക്കുകളുടെ വർഗീയത കണ്ടില്ല. ഇതിനിടെ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുവെന്ന സതീശിന്റെ അവകാശവാദത്തെ അവരുടെ നേതാവ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുത്ത് തന്നെ നിഷേധിച്ചു. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചില്ല എന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. ഏതായാലും വെൽഫെയർ പാർട്ടിയുമായി ഉണ്ടാക്കാൻ ആലോചിച്ച ബന്ധം കോൺഗ്രസ് മുന്നണി ഉപേക്ഷിച്ചതായി പറയുന്നു. ക്രൈസ്തവർക്ക് മുസ്ലിമുകളെ ഭയമാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും പോലുള്ള കുൽസിത മാർഗങ്ങളുടെയും ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ജനസംഖ്യാനുപാതികമായിട്ടില്ലാതെ പങ്കുവച്ച് അതിൽ 80% തട്ടിയെടുത്തുകൊണ്ടും മുസ്ലിം തീവ്രവാദികൾ ക്രൈസ്തവരെ ഇല്ലാതാക്കുവാൻ നോക്കുന്നുവെന്ന് ക്രൈസ്തവ നേതാക്കൾ ഒരിക്കൽ ഉയർത്തിയ ആശങ്ക ഇപ്പോഴും പൊതുസമൂഹത്തിലുണ്ട്. ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഇല്ലെന്നും ഇങ്ങനെ പറയുന്നവരെ സമൂഹത്തിൽ വിദ്വേഷം പടർത്തുന്ന വർഗീയവാദികളായി അറസ്റ്റ് ചെയ്യണമെന്നും വരെ ആവശ്യപ്പെട്ട് സ്വന്തം മതേതര ഇമേജ് മനോഹരമാക്കിയവരെല്ലാം പുതിയ ഐക്യത്തെക്കുറിച്ച് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ പറയാനാവാത്ത നിലയിലാണ്. 2004 മുഖ്യമന്ത്രിയായിരുന്ന എ.കെ. ആന്റണി ന്യൂനപക്ഷങ്ങളുടെ സംഘടിത ശക്തി കൈവരിക്കുന്ന അന്യായമായ പല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്തിടെ ഉദ്ധരിച്ചിരുന്നു. ജനാധിപത്യ മുന്നണി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ജമാഅത്തുകാരാവും ആഭ്യന്തര വകുപ്പ് ഭരിക്കുകയെന്ന് ആരോപിച്ച് എ.കെ. ബാലനെ ന്യായീകരിക്കുകയായിരുന്നു പിണറായി. CPM-ന്റെ തീപ്പോരി നേതാവായ പി ജയരാജനും ഇതേ രീതിയിൽ സംസാരിച്ചു. കരിപ്പൂർ വിമാനത്താവളം വഴി നടക്കുന്ന ഭീകരമായ കള്ളക്കടത്തിനെ കുറിച്ച് ഏതാനും മാസം മുമ്പ് പിണറായി വിജയൻ നടത്തിയ പ്രതികരണം വലിയ വിവാദമായിരുന്നു. ഔദ്യോഗിക കണക്കുകളുടെ പിൻബലത്തോടെ പിണറായി നടത്തിയ വെളിപ്പെടുത്തൽ മുസ്ലിം സമൂഹത്തിനെതിരെ ദുഷ്ടലാക്കോടെ നടത്തിയ ആരോപണമായി അന്ന് ചിത്രീകരിക്കപ്പെട്ടിരുന്നു. ഇത്തരത്തിലുള്ള പല സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ കൂടി പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന ഈഴവ നായർ ഐക്യം കൂടുതൽ ശക്തമാകുന്നതിന് സാധ്യതയുണ്ട്. ഇന്നതിനെ പരിഹസിക്കുന്ന പലരും നാളെ അതിന്റെ വക്താക്കളായി കൂടുന്നില്ല. ഈ ഐക്യം സാധ്യമാക്കുന്നതിൽ പിണറായി വഹിച്ച പങ്ക് വലുതാണ്. മൂന്നാം ഊഴത്തിന് വേണ്ടി പോരാട്ടത്തിനിറങ്ങുന്ന അദ്ദേഹം വളരെ സമർത്ഥമായി കൈവരിച്ച നേട്ടമാണിത്. ഏതാനും കാലം മുമ്പ് വരെ കീരിയും പാമ്പും പോലെ പ്രവർത്തിച്ചിരുന്ന രണ്ട് സമുദായ സംഘടന നേതാക്കളെയും യോജിപ്പിക്കുകയും അവരുടെ പിന്തുണ നേടിയെടുക്കുകയും ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വൈഭവം അംഗീകരിക്കേണ്ടതാണ്. ഒരിക്കൽ SNDP-യിലെ വെള്ളാപ്പള്ളി വിരുദ്ധരായിരുന്ന ഗോകുലം ഗോപാലിന്റെയും കൂട്ടുകാരുടെയും മിത്രമായിരുന്നു പിണറായി. ഇന്നും ആ ബന്ധത്തിന് വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. എന്നാൽ അദ്ദേഹം വെള്ളാപ്പള്ളിയുടെയും ആളായിരിക്കുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ കൂട്ടത്തോടെ സമാഹരിച്ച് ഹൈന്ദവ വോട്ടുകൾ ഭിന്നിപ്പിച്ച് ഭരണം പിടിക്കാൻ കോൺഗ്രസ് മുന്നണി നടത്തുന്ന ശ്രമത്തെ പരാജയപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും നല്ല മറുമരുന്നാണിത്. ഹൈന്ദവ വോട്ടുകൾ ഏകീകരിച്ചാൽ കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 95 അവർക്കാണ് ഭൂരിപക്ഷം. സമുദായ നേതാക്കളുടെ പിൻബലമുള്ളത് കൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പിൽ വിജയിക്കില്ല. 2016-ൽ പിണറായി അധികാരം പിടിക്കുമ്പോൾ സമുദായ നേതാക്കളെല്ലാം എതിർചേരിയിലായിരുന്നു. സമൂഹത്തിലെ ഹിന്ദു ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന BJP ഈഴവ നായർ ഐക്യത്തിൽ വഹിച്ച പങ്ക് വളരെ പരിമിതമാണ്. പക്ഷേ അതിന്റെ പ്രയോജനം കൂടുതലും ഉണ്ടാവുക അവർക്കാവും. നാട്ടിലെ ഹിന്ദു ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് അവർക്ക് വാദിക്കുവാൻ ഈ സമുദായ നേതാക്കളുടെ തീരുമാനം കാരണമാവും. സത്യസന്ധമായും കാര്യക്ഷമമായും ലക്ഷ്യബോധത്തോടെയും രാഷ്ട്രീയ ഇടപെടൽ പരമാവധി കുറച്ചും അടുത്ത കാലത്ത് കേരളം കണ്ട ഒരു പോലീസ് അന്വേഷണമാണ് ശബരിമല ക്ഷേത്രത്തിലെ കൊള്ളയെക്കുറിച്ച് നടക്കുന്നത്. ഉന്നതരെ രാഷ്ട്രീയ നേതാക്കളടക്കം ഒരു ഡസനിലധികം കൊള്ളക്കാർ അഴിക്കുള്ളിലായ ഈ അന്വേഷണം ഇങ്ങനെ നടക്കുന്നതിന് കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥർ നടത്തുന്നു എന്നുള്ളതാണ്. വളരെ ഊർജ്ജസ്വലമായി നടന്നു വന്ന അന്വേഷണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് പാളം തെറ്റുന്നു എന്ന സംശയം വന്നപ്പോൾ ഹൈക്കോടതി തന്നെ ശക്തമായി ഇടപെട്ട് അന്വേഷണത്തെ ശരിയായി ട്രാക്കിലാക്കി. മുഖം നോക്കാതെ നടപടിയെടുക്കാനുള്ള ധൈര്യം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പകർന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കേരള സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ADGP H. വെങ്കിടേഷ്, അന്വേഷണ ഉദ്യോഗസ്ഥൻ SPS ശശിധരൻ തുടങ്ങിയവർക്കാണ് നേതൃത്വം. വലിയ സംഘം ഉദ്യോഗസ്ഥന്മാരും സംഘത്തിലുണ്ട്. അവർ ഹൈക്കോടതിക്ക് നേരിട്ട് അന്വേഷണ റിപ്പോർട്ട് നൽകുന്നു. അത് പഠിക്കുന്ന കോടതി കേസ് അന്വേഷണം സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശം കൊടുക്കുന്നു. ചിലരെ അറസ്റ്റ് ചെയ്യാത്തത് എന്തെന്ന് കോടതി ചോദിക്കുന്നു. രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടാണ് അറസ്റ്റ് വൈകുന്നതെന്ന് ചോദിക്കുന്ന കോടതിക്കും അറിയാം. അതുകൊണ്ട് തന്നെയാവണം കൃത്യമായി ചോദിക്കുന്നതും സ്വർണം കക്കാൻ കൂട്ടുനിൽക്കുന്നവരെ അറസ്റ്റ് ചെയ്യിക്കുന്നതും.
ഈ നിയന്ത്രണമില്ലെങ്കിൽ വെങ്കടേഷ് പലരെയും അറസ്റ്റ് ചെയ്യാൻ ധൈര്യം ഉണ്ടാകുമായിരുന്നില്ല. കണ്ണൂരിലെ പി ദിവ്യയുടെ കേസിൽ സത്യസന്ധമായ നടപടി സ്വീകരിച്ച അക്കാലത്തെ വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയുടെ സ്ഥിതി വെങ്കടേഷിന് തീർച്ചയായും ഭീതി ഉണ്ടാക്കുമായിരുന്നു. ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യാൻ മടിച്ച KP ശങ്കർദാസിന്റെ പേരിൽ അന്വേഷണ സംഘത്തിന് കോടതിയിൽ വല്ലാതെ വിയർക്കേണ്ടി വന്നു. ശങ്കർദാസിന്റെ മകൻ DIG ആയതുകൊണ്ടാണോ ഈ അമാന്തം എന്ന് വരെ കോടതി ചോദിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹത്തെ പരിശോധിക്കുവാൻ കോടതി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചതും അറസ്റ്റിലായ അദ്ദേഹത്തെ ജയിലിൽ കിടത്തി ചികിത്സിക്കാനാകുമോ എന്ന് കോടതി തിരക്കിയതും അസാധാരണ നടപടികളായി. കേരളത്തിലെ കോടതികൾ നിഷേധിച്ച ജാമ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിച്ച പ്രതികളോട് സുപ്രീം കോടതി ചോദിച്ചു, ദൈവത്തെ കൊള്ളയടിച്ചവരല്ലേ, ഇവിടെ നിന്നും ജാമ്യമില്ല. CPM നേതാവും ദേവസ്വം ബോർഡ് ചെയർമാനുമായിരുന്ന N വാസുവിനോട് ജസ്റ്റിസ് ദീപാങ്കർ മേത്ത അധ്യക്ഷനായുള്ള സുപ്രീം കോടതി ബെഞ്ചാണ് ഈ ചോദ്യം ചോദിച്ചത്. CPI നേതാവിനോടും സുപ്രീം കോടതി സമാന ചോദ്യം ചോദിച്ചു. ദേവഭയം ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ദൈവത്തെ സംരക്ഷിക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച് കൊള്ളയടിക്കുന്നവർ എല്ലാം പിടിയിലായെങ്കിൽ സാധാരണ വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു. CPM ഇടയ്ക്ക് കോടതിയുടെ ഇത്തരം ഇടപെടലിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചെങ്കിലും ജനം എതിരാകുന്നുവെന്ന് കരുതി പിന്മാറി. ഇപ്പോൾ എല്ലാ കള്ളന്മാരെയും പിടികൂടണമെന്ന വാദത്തിലാണ്. പാർട്ടി പത്രം തന്നെ ശബരിമലയിലെ കൊള്ളകൾക്ക് കൂട്ടുനിന്ന പ്രതിപക്ഷ നേതാക്കളുടെയും അവരുടെ ബന്ധുക്കളായിരുന്ന ശബരിമലയിലെ മുൻ ഉദ്യോഗസ്ഥ പ്രമാണികളുടെയും പേര് വിവരം പുറത്തുവിടുന്നു. അവരുടെ ഭരണകാലത്ത് ശബരിമലയിലെ വിജിലൻസ് ഓഫീസറായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റേതായി പാർട്ടി പത്രത്തിൽ വന്ന വാർത്തയിൽ അക്കാലത്ത് ശബരിമലയിൽ ദിവസം കിട്ടുന്ന നടവരുമാനമായ 1 ലക്ഷം രൂപയിൽ 1/4 ലക്ഷം രൂപ ദിവസവും അവിടുത്തെ ജീവനക്കാർ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. സ്വാഭാവികമായും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റഡാറിൽ ഈ ആരോപണവും പെടുമെന്ന് കരുതണം. വളരെ സൂക്ഷ്മമായ അന്വേഷണമാണ് നടക്കുന്നത്. വിക്രം സാരാഭായ് സെന്ററിൽ നടത്തിയ പരിശോധന വലിയ വെളിപ്പെടുത്തലുകൾ നടത്തി. യഥാർത്ഥ സ്വർണ്ണപ്പാളികളിൽ, അതായത് UB ഗ്രൂപ്പ് സ്ഥാപിച്ച സ്വർണ്ണപ്പാളികളിൽ നിക്കൽ, അക്രിലിക്, പോളിമർ എന്നിവ ഇല്ല. ഇപ്പോഴുള്ള പാളികളിൽ അവ രണ്ടുമുണ്ട്. യഥാർത്ഥ സ്വർണ്ണപ്പാളികളിൽ മെർക്കുറിയുടെ സാന്നിധ്യമില്ല. നിക്കൽ പാളിയുടെയും സ്വർണത്തിന്റെയും കനവ്യത്യാസം പ്രകടമാണ്. ഈ ശാസ്ത്ര പരിശോധന റിപ്പോർട്ട് വന്നതോടെ ശബരിമലയിൽ നടന്നത് ആസൂത്രിതമായ കുറ്റമാണ് എന്ന് വ്യക്തമാകുന്നുവെന്ന് കോടതി പറഞ്ഞു. ഇടപാടിൽ പ്രഥമ ദൃഷ്ട്യ കേസുണ്ടെന്ന് വ്യക്തം. ആസൂത്രിതമായ കവർച്ചയെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. വിക്രം സാരാഭായ് സെന്ററിലെ ശാസ്ത്രജ്ഞരുടെ മൊഴിയെടുക്കുവാൻ കോടതി നിർദ്ദേശിച്ചു. UB ഗ്രൂപ്പ് സ്ഥാപിച്ച സ്വർണ്ണപ്പാളികളിൽ ഇതുവരെ ഇളക്കാത്തവ പരിശോധിച്ചു. അതും പുതിയ പാളികളും തമ്മിൽ വ്യത്യാസം തിട്ടപ്പെടുത്താനും കോടതി നിർദ്ദേശിച്ചു. ശബരിമലയിൽ സ്വർണം മാത്രമല്ല, സമ്പത്തും കട്ടവരെല്ലാം പിടിയിലാകുന്ന മട്ടാണ്. ഇപ്പോൾ 2 പതിറ്റാണ്ടായി ശബരിമലയിൽ നടക്കുന്ന എല്ലാ ഇടപാടുകളെ കുറിച്ചും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വ്യാപിച്ചുകൊണ്ട് കോടതി ഉത്തരവായി. 2000 മുതൽ നടന്ന എല്ലാ ഇടപാടുകളും പരിശോധിക്കപ്പെടുന്ന മട്ടാണ്. സ്വർണ്ണക്കൊള്ളയുടെ പ്രതികളെ കണ്ടെത്തുന്നതിന് തുടങ്ങിയ അന്വേഷണം ഇപ്പോൾ 2017 കൊടിമര നിർമ്മാണം പോലുള്ള പ്രധാന സംഭവങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നു. ഇനിയും പലരും അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് കോടതി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പലരുടെയും ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങി. അന്വേഷണ സംഘത്തിന് മുന്നിൽ വേറെ വഴികളില്ല. ശബരിമല അയ്യപ്പന്റെ പിതൃസ്ഥാനിയായി വിശ്വാസികൾ കണക്കാക്കുന്ന ശബരിമലയിലെ മുഖ്യതന്ത്രി രാജീവ് കണ്ഠരർ വരെ അറസ്റ്റിലായിട്ടും ആ നടപടിക്കെതിരെ പ്രതിഷേധിക്കുവാൻ ചില ഹൈന്ദവ സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടും വിശ്വാസികൾ അസ്വസ്ഥരാകാതെ കാത്തിരിക്കുന്നത് അന്വേഷണം സത്യസന്ധമായും ലക്ഷ്യബോധത്തോടെയും നടക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നത് കൊണ്ടാണ്. ദൈവപ്രശ്നത്തിൽ പോലും കള്ളത്തരം കാണിച്ചതായാണ് വർത്തമാനം. സ്വത്ത് സംരക്ഷിക്കേണ്ടവർ തന്നെ മോഷ്ടിക്കുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ വൻ റാക്കറ്റുണ്ട്. ശബരിമലയിൽ പ്രത്യേക ചുമതലകളൊന്നും ഇല്ലാതിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വിലസിയത് പല ഉന്നതരുടെയും ഒത്താശയോടെയാണെന്നും അവരാരും ഇനിയും അറസ്റ്റിലായിട്ടില്ല എന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആസൂത്രിതമായ കൊള്ളയാണ് ശബരിമലയിൽ നടന്നത് ഹൈക്കോടതി വ്യക്തമാക്കി. ശബരിമലയിലെ തട്ടിച്ചുകൊണ്ടുപോയ 4174 ഗ്രാം സ്വർണവും കണ്ടുപിടിക്കണമെന്നും ഇതുവരെ കണ്ടുപിടിക്കാനായ 474 ഗ്രാമിൽ കണ്ടുപിടിക്കൽ ഒതുങ്ങിപ്പോയാൽ പ്രതികൾക്ക് വലിയ സഹായമാകുമെന്നും കോടതി അന്വേഷണ സംഘത്തെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. 1998 2017 സംഭവങ്ങൾ അന്വേഷിക്കുവാൻ കോടതി കൃത്യമായി നിർദ്ദേശിച്ചു. കൊടിമര നിർമ്മാണത്തിന്റെയും 2019 സ്വർണം പതിപ്പിക്കലിന്റെയും എല്ലാ നടപടികൾ അന്വേഷിക്കണം. ശബരിമല തട്ടിപ്പിന്റെ പകുതി അന്വേഷണമേ ആയിട്ടുള്ള എന്താണ് കോടതി വെളിപ്പെടുത്തുന്നത്. പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്ന് കോടതി ചോദിച്ചു. EK നായനാർ, AK ആന്റണി, ഉമ്മൻചാണ്ടി, VS അച്യുതാനന്ദൻ, വീണ്ടും ഉമ്മൻചാണ്ടി, പിണറായി വിജയൻ എന്നീ മുഖ്യമന്ത്രിമാരുടെ കാലത്ത് നടന്ന സംഭവങ്ങളാണ് പരിശോധിക്കപ്പെടാൻ ഇടയുള്ളത്. G കാർത്തികേയൻ, KC വേണുഗോപാൽ,
ജി സുധാകരൻ, വി എസ് ശിവകുമാർ, കടകംപള്ളി സുരേന്ദ്രൻ, കെ രാധാകൃഷ്ണൻ, വി എൻ വാസവൻ എന്നിവരായിരുന്നു ഈ കാലത്തെ ദേവസ്വം മന്ത്രിമാർ. കെ ജയകുമാർ, പി എസ് പ്രശാന്ത്, കെ അനന്തഗോപൻ, എൻ വാസു, എ പത്മകുമാർ, പ്രയാർ ഗോപാലകൃഷ്ണൻ, രാജഗോപാൽ നായർ, സി കെ ഗുപ്തൻ, രാമൻ നായർ തുടങ്ങിയവരായിരുന്നു ഇക്കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ. ദേവസ്വം ബോർഡിൽ നിയമങ്ങൾക്ക് കൈക്കൂലി ഉണ്ടെന്നല്ലാതെ ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടക്കുമെന്നോ അതിന് സാധ്യതയുണ്ട് എന്ന് പോലും പലരും കരുതിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ചേർന്ന് എല്ലാം നടത്തുകയായിരുന്നു പതിവ്. പക്ഷേ അതിനപ്പുറം വല്ലതും സംഭവിച്ചോ എന്നും അറിയാനാവുന്ന വിധത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച അന്വേഷണം CBI നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഹൈന്ദവ സംഘടനകൾ ജനുവരി 19 സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി. വിശ്വ ഹിന്ദു പരിഷത്ത് അഖിലേന്ത്യാ അധ്യക്ഷൻ അലോക് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇപ്പോൾ അന്വേഷണം നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ കേരള സർക്കാർ നിയന്ത്രിക്കുന്നു എന്നാണ് അവരുടെ പരാതി. ശരിയായ ദിശയിലല്ല അന്വേഷണം നടക്കുന്നതെന്നാണ് KP ശശികലയുടെ പക്ഷം. അന്വേഷണം ശരിയായ ദിശയിൽ നടക്കുന്നുവെന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണത്തെ പോലും ഇവർ അംഗീകരിക്കുന്നില്ല എന്ന് വേണം കരുതുവാൻ. കേന്ദ്ര ഏജൻസികൾ വന്നാൽ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നിന്ന് മാറ്റി തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാമെന്നാവും അവരുടെ സ്വപ്നം. കേരള പോലീസ് വളരെ നന്നായി നടത്തിക്കൊണ്ടിരുന്ന ചാരക്കേസ് അന്വേഷണം കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് കേരള പോലീസ് കണ്ടെത്തിയ പ്രതികളെ എല്ലാം നിരപരാധികളാക്കി അവർക്ക് നഷ്ടപരിഹാരം പോലും കൊടുപ്പിച്ച സത്യം കേരളത്തിലെ ജനം മറന്നിട്ടുണ്ടാവില്ല. അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും തന്ത്രിക്കുമെല്ലാം കേരളം നഷ്ടപരിഹാരം പോലും കൊടുക്കേണ്ടതുണ്ടെന്ന സ്ഥിതിയിലേക്ക് കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ ശബരിമല സംഭവം എത്തിക്കൂടുന്നില്ല. തന്ത്രിക്കും പോറ്റിക്കും ഗോവർദ്ധനും പത്മകുമാറിനും വാസുവിനും മറ്റു പ്രതികൾക്കും എതിരെ ഇന്ന് മത്സരിച്ച് വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങൾ നാളെ അവരെ എല്ലാം രക്തസാക്ഷികളാക്കി സമൂഹത്തിൽ അവതരിപ്പിക്കുന്ന സ്ഥിതിയും ഉണ്ടാവാം. കേരളമാകെ അമ്പരപ്പോടെ വീക്ഷിച്ച കേസായിരുന്നില്ലേ CBI അന്വേഷിച്ച ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയായ ലാവ്ലിൻ കേസ്. സംസ്ഥാനത്തിന് 400 കോടിയോളം രൂപ നഷ്ടമുണ്ടാക്കിയ ലാവ്ലിൻ കരാർ ഇടപാട് കേരള പോലീസ് അന്വേഷിച്ച് ഒരു തീരത്ത് അടുക്കാറായപ്പോൾ CBIക്ക് വിട്ടു. അവർ അന്വേഷിച്ച് പിണറായി അടക്കമുള്ളവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. പക്ഷേ CBI കോടതി കേസ് തള്ളി, ഹൈക്കോടതിയും തള്ളി. സുപ്രീം കോടതിയിലെ അപ്പീൽ CBIക്ക് സമയം കിട്ടാത്തത് കൊണ്ട് 41 തവണയായി മാറ്റിവെച്ചുകൊണ്ടിരുന്നു. പിണറായിയുടെ 2ാം ടൈം അവസാനിച്ചാലും കേസ് കോടതിയിൽ പരിഗണനയ്ക്ക് വരാൻ സാധ്യതയില്ല. അതാണ് CBIയുടെ ആത്മാർത്ഥത. 2006 ഇടതുമുന്നണി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച് 2011 ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാലത്ത് തുടർന്ന കശുവണ്ടി കച്ചവടത്തിലെ അഴിമതി സംബന്ധിച്ച് കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം CBI നടത്തിയ അന്വേഷണം എത്തിച്ചേർന്ന അവസ്ഥയും അപമാനകരമാണ്. സംസ്ഥാന സർക്കാരിലെ സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ കൊണ്ട് കേരള ഹൈക്കോടതി നേരിട്ട് അന്വേഷണം നടത്തിച്ച് സത്യം കണ്ടെത്തിയ ശേഷം CBIക്ക് അന്വേഷണത്തിന് വിട്ട കേസാണിത്. പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് പിണറായി സർക്കാർ അനുവദിക്കുന്നില്ല. CBIക്ക് അതിൽ പരാതിയും ഇല്ല. പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നിഷേധിക്കുന്നത് കോടതി അലക്ഷ്യമാണെന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ പരാതിക്കാരൻ കൊടുത്ത ഹർജിയിൽ CBI താല്പര്യം കാണിക്കുന്ന പോലുമില്ല. കേരളം ഒന്നാകെ ഉത്കണ്ഠയോടെ വീക്ഷിച്ച ഇത്തരത്തിലുള്ള എത്രയോ കേസുകളാണ് CBI അന്വേഷിച്ച് ഒന്നുമല്ലാതാക്കിയത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരുമടക്കം അത്യുന്നതരായ പലരും പ്രതികളാക്കപ്പെടുമോ എന്ന സംശയം പടർത്തിയ അന്വേഷണങ്ങളായിരുന്നു പലതും. 1ാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് പുറത്തുവന്ന സ്വർണ്ണക്കള്ളക്കടത്താണ് സുപ്രധാന സംഭവം. ബിരിയാണി ചെമ്പിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് സ്വർണം എത്തിച്ചിരുന്നതായി കേസിലെ പ്രതികൾ ഒരാളായ സ്വപ്ന സുരേഷ് പുറത്തുവിട്ട കഥകൾ ഇന്നും വിചാരണയ്ക്കെടുക്കാനായില്ല. വിചാരണ കോടതി കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് മാറ്റണമെന്ന CBIയുടെ ഹർജി സുപ്രീം കോടതിയിൽ മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ്. CBIയുടെ അഭിഭാഷകരുടെ അസൗകര്യമാണ് 1ാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് പുറത്തുവന്ന ഈ സംഭവം 2ാം സർക്കാരിന്റെ കാലത്തും എങ്ങും എത്തുന്നില്ല. അതാണ് CBIയുടെ സത്യസന്ധത. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തൃശൂരിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വർണം കള്ളക്കടത്ത് നടത്തുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് വരെ പ്രസംഗിച്ചെങ്കിലും പിണറായിക്ക് അസൗകര്യമുണ്ടാക്കാതെ കേസ് നീട്ടി കൊണ്ടുപോകുന്നു. പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സലാലോജി കമ്പനിക്ക് കരിമണൽ കമ്പനി കൊടുത്ത മാസപ്പടിയുടെ കേസ്, ആയിരക്കണക്കായ സാധാരണക്കാരുടെ പണം തട്ടിയെടുത്ത കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ്, കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ്, ഇങ്ങനെ എത്ര കേസുകളാണ് എങ്ങും എത്താതെ കിടക്കുന്നത്. PV അൻവറിന്റെ പരാതികളടക്കം പിണറായി സർക്കാരിലെ മന്ത്രിമാർക്കും മുൻ സ്പീക്കർക്കുമെതിരെ വരെ ഉയർന്ന ആക്ഷേപങ്ങൾ സംബന്ധിച്ച അന്വേഷണങ്ങൾ എവിടെയും എത്തിയില്ല. പരാതിക്കാരെയും സുഹൃത്തിനെയും കൊടുക്കാൻ കേരള പോലീസ് നടത്തിയ വഴിവിട്ട നീക്കങ്ങളിൽ പ്രതികളായ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയത് അത്ഭുതകരമായ സംരക്ഷണം. തൃശൂർ പൂരം കലക്കിയ സംഭവം, ADGP അജിത് കുമാർ RSS നേതാക്കളുമായി ചർച്ച നടത്തിയ സംഭവം
എല്ലാം എങ്ങനെ പര്യവസാനിക്കുന്നുവെന്ന് കേരളം കണ്ടതാണ്. ഈ കേസുകളിലൊന്നും കാണാത്ത ശുഷ്കാന്തിയോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം ശബരിമല കേസ് അന്വേഷിക്കുന്നത്. ആ അന്വേഷണം CBIക്ക് കൊടുത്താൽ എന്താവും സംഭവിക്കുക എന്ന് ജനങ്ങൾക്ക് ഭീതിയുണ്ട്. CBI വന്നില്ലെങ്കിലും ED എത്തിയിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലൂടെ നടന്ന പണം തട്ടിപ്പ് അന്വേഷിക്കാൻ എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം പ്രതികളാക്കിയ എല്ലാവരെയും അവരും പ്രതികളാക്കി അന്വേഷണം ആരംഭിച്ചു. പ്രതികളുമായി ബന്ധപ്പെട്ട 26 കേന്ദ്രങ്ങളിൽ ജനുവരി 20-ന് റെയ്ഡ് നടത്തി ഷോ കാണിച്ചു. 22 മണിക്കൂറാണ് പരിശോധന നടന്നത്. ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്തടക്കം നടത്തിയ പരിശോധനയിൽ നിരവധി രേഖകൾ പിടിച്ചെടുത്തതായി അവർ അറിയിച്ചു. പ്രധാന പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു. കാണിക്കയിലും തട്ടിപ്പ് നടക്കുന്നതായി കണ്ടെത്തിയെന്ന് ലോകത്തെ അറിയിച്ചു. ഇതെല്ലാം നടത്തി എന്തോ നടക്കുന്നുവെന്ന തോന്നൽ ഉണ്ടാക്കുന്നതല്ലാതെ EDയുടെ ഒരു അന്വേഷണം യഥാർത്ഥ പ്രതികളെ പിടികൂടിയതായോ ശിക്ഷിപ്പിച്ചതായോ കേരളത്തിൽ ആരും കേട്ടിട്ടില്ല. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് അന്വേഷിച്ചപ്പോൾ മൊയ്തീൻ അടക്കം ആരുടെയെല്ലാം അക്കൗണ്ട് മരവിപ്പിച്ചു. എല്ലാം തിരിച്ചു കൊടുത്തില്ലേ? ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഇപ്പോഴത്തെ അന്വേഷണം തടസ്സപ്പെടലേ എന്നാണ് പ്രതികൾ പിടിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ജനം പ്രാർത്ഥിക്കുന്നത്. ഓണം വരാൻ ഒരു മൂലം വേണമെന്ന് പറയുന്നത് പോലെയായി ശബരിമല അന്വേഷണത്തിന്റെ നിമിത്തം. 2025-ൽ ദ്വാരപാലക വിഗ്രഹം സ്വർണം പൂശാൻ കൊണ്ടുപോയെടുത്താണല്ലോ തുടക്കം. ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷണറെ അറിയിക്കാതെയാണ് പ്രശാന്ത് പ്രസിഡന്റായ ബോർഡ് അതിനുള്ള നടപടികൾ നടത്തിയത്. കമ്മീഷണർ വിവരം കോടതിയെ അറിയിച്ചു. അന്വേഷണമായി. കമ്മീഷണറെ അറിയിച്ച് നടപടികൾ നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഇടപാടുകളെല്ലാം ഇപ്പോഴും രഹസ്യങ്ങളായി തുടരുമായിരുന്നു. അധികാരത്തിലിരിക്കുന്നവരുടെ ധാർഷ്ട്യമുണ്ടാക്കുന്ന പ്രതിസന്ധി. ഇത്തരത്തിലൊന്നാണ് ചാൻസലറും സർക്കാരും തമ്മിൽ ഉണ്ടായതും. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന കാലത്ത് അദ്ദേഹം സർക്കാർ പറയുന്നതെല്ലാം അനുസരിച്ചിരുന്നു. എന്നാൽ മുൻ രാഷ്ട്രപതിക്ക് ഓണററി ഡിലീറ്റ് നൽകണമെന്ന ചാൻസലറുടെ ശുപാർശ സർവകലാശാല നിരസിച്ചതോടെ വഴക്കായി. ഇപ്പോൾ ഗവർണർ ഉദ്ദേശിക്കുന്നവർ വൈസ് ചാൻസലർ ആകുന്ന നിലയിലായി. സാങ്കേതിക സർവകലാശാലയിൽ ഇടത് സർക്കാരിന് ഏറെ അനഭിതമായ സിസ തോമസിനെ നിയോഗിക്കേണ്ടി വന്നു. കേരള സർവകലാശാലയിൽ ചാൻസലറുടെ നോമിനി മോഹൻ കുന്നുങ്കൽ തന്നെ ഭരിക്കുന്നു. അദ്ദേഹവുമായി യുദ്ധത്തിന് തുനിഞ്ഞ രജിസ്ട്രാർ ഇപ്പോഴും വെള്ളം കുടിക്കുന്നു. കോഴിക്കോട് സർവകലാശാലയിലും ചാൻസലർ ഉദ്ദേശിച്ചവൻ VC ആയി. ആനപ്പുറത്തിരിക്കുമ്പോൾ കാണിക്കുന്ന ധാർഷ്ട്യത്തിന് തിരിച്ചടി വാങ്ങുകയാണ് സർക്കാർ. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം വർഗീയത പടർത്തുന്നതാണെന്ന് മനസ്സിലാക്കുവാൻ മലപ്പുറം ജില്ലയിലും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലും ജയിച്ചു വരുന്നവരുടെ പേര് നോക്കിയാൽ മതി എന്ന സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ വാക്കുകൾ അദ്ദേഹത്തിനും പാർട്ടിക്കും വലിയ തലവേദനയായി. വാവിട്ട വാക്കുകൾ കൊണ്ട് പലവട്ടം അപകടത്തിലായ മന്ത്രിയാണ് സജി ചെറിയാൻ. 2019-ൽ ജാക്കർഗണ്ഡിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കലാപത്തിൽ ഏർപ്പെടുന്നവരെ വേഷം നോക്കി മനസ്സിലാക്കാമെന്ന് പറഞ്ഞതിനോടാണ് എതിരാളികൾ ഈ വാക്കുകളെ ഉപമിച്ചത്. പ്രതിഷേധം ശക്തമായിട്ടും സജി പ്രസ്താവന പിൻവലിച്ചില്ല. അവസാനം പാർട്ടി ആവശ്യപ്പെട്ടു സജി മാപ്പ് പറഞ്ഞു. സജി മാപ്പ് പറഞ്ഞത് വെള്ളപ്പള്ളിക്ക് പിടിച്ചില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്യുന്ന വികസന വിഷയങ്ങളെക്കാൾ വർഗീയമാകാനാണ് ഇട. അങ്ങനെ വന്നാൽ ഭരണവിരുദ്ധ വികാരം തരണം ചെയ്യാൻ പിണറായി സർക്കാരിന് എളുപ്പമാവും. CPM-ന്റെ മുൻ ദേവികുളം MLA രാജേന്ദ്രൻ ജനുവരി 18-നും പാർട്ടി വക്താവായിരുന്ന റെജി ലൂക്കോസ് ജനുവരി 8-നും BJP-യിൽ ചേർന്നു. CPM-ന്റെ മുൻ കൊട്ടാരക്കര MLA ഐഷ പോറ്റി ജനുവരി 13-ന് കോൺഗ്രസിലും ചേർന്നു. CPM-ൽ വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ 4-5 വർഷമായി മാനസിക വ്യതയിലായിരുന്നെന്നും കുറ്റബോധം കൊണ്ട് നീറുകയായിരുന്നുവെന്നും പറയാനും രാജേന്ദ്രൻ മടിച്ചില്ല. CPI-യുടെ AITUC ഇടുക്കി ജില്ലാ സെക്രട്ടറി GN ഗുരുനാഥൻ, CPM പ്രവർത്തകൻ VP സന്തോഷ് എന്നിവരും അദ്ദേഹത്തോടൊപ്പം BJP-യിൽ ചേർന്നു. ദ്രവിച്ച ആശയങ്ങളാണ് CPM കൊണ്ട് നടക്കുന്നതെന്ന് റെജി കുറ്റപ്പെടുത്തി. കേരളത്തിൽ വർഗീയത വളർത്താൻ CPM ശ്രമിക്കുന്നതായും റെജി ആരോപിച്ചു. CPM-ന്റെ ആത്മവിശ്വാസം ചോർത്തുന്ന നടപടികളാണ് ഓരോന്നും. ഷിലോങ്ങിന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച.